അസ്സലാമു അലൈക്കും. ഓർമ്മയുടെ ഒരു നിലാവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സൂക്ഷ്മതയോടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. റമളാൻ മാസത്തിലെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയെ പറ്റിയാണ്. ഹദീസുകളിലും നബിവചനങ്ങളിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധങ്ങൾ കൂട്ടി ഇണക്കുന്നവന് പ്രത്യേക സ്ഥാനം അല്ലാഹു തആലയിൽ ഉണ്ടാകുമെന്നുള്ളത് നാം പലപ്പോഴും കാണുന്നത്. നമസ്കാരം മുറ പോലെ അനുഷ്ഠിക്കും, സക്കാത്ത് കൊടുക്കും, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നടക്കും, കച്ചവടത്തിൽ അളവ് തൂക്കങ്ങളിലൊന്നും ക്രമക്കേടുകൾ കാണിക്കില്ല, അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ്. പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ചെയ്തിട്ടുള്ള സാലിയായ അമലുകൾ ഒന്നും തന്നെ സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ കുടുംബത്തിന് അത്രമാത്രം സ്വാധീനവും അത്രമാത്രം പ്രാധാന്യവും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. നബിവചനങ്ങളിലൊക്കെ പറയുന്നത് പോലെ കുടുംബ ബന്ധങ്ങളിൽ ഒരു കാരണവശാലും വിള്ളലുകൾ വീഴ്ത്താൻ പാടില്ല. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിജയം നേടാൻ കഴിയില്ല എന്നുള്ള നഗ്നമായ സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുടുംബത്തിൽ അനൈക്യവും അതോടൊപ്പം തന്നെ വിള്ളലുകളും സ്പർദ്ധയും ഉണ്ടായാൽ തന്നെ ഒരു കാരണവശാലും ജീവിത വിജയവും ഉണ്ടാവില്ല, ഈ ദുനിയാവിലും ആഖിറത്തിലും എന്ന് നമ്മളെ നബി തിരുമേനി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം എല്ലാവരും ഈ റമദാൻ മാസത്തിൽ ഒരു തീരുമാനമെടുക്കാം. കുടുംബ ബന്ധങ്ങൾ ഐക്യത്തോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യം പറയുവാൻ അനുചരൻ റസൂലിനോട് ആവശ്യപ്പെട്ടപ്പോൾ നബി പറഞ്ഞത്, താങ്കൾ നോമ്പ് അനുഷ്ഠിക്കുക, അതിന് തുല്യമായ മറ്റൊന്നുമില്ല എന്നാണ്. അനുഗ്രഹീതമായ പരിശുദ്ധ റംദാൻ കടന്നു പോവുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന റംദാൻ്റെ 15 ഇന്ന്. ഞാൻ സൗദിയിലെ റിയാദിലാണ്. ഇന്ന് ഓർമ്മയിലൊരു നിലാവിലെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അതിഥി എൻ്റെ ജില്ലയിലെ എൻ്റെ നാട്ടുകാരനായ ഹബീബ് അബൂബക്കറാണ്. ഏകദേശം 20 വർഷക്കാലമായി ഇവിടെ അറിയപ്പെടുന്ന പ്രമുഖനായ യുവ വ്യവസായിയാണ് ഹബീബ് അബൂബക്കർ. ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന് പറയുവാനുണ്ട്. വളരെ സ്നേഹത്തോടെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹബീബിനെ കണ്ടപ്പോൾ വലിയ സന്തോഷം. നാട്ടുകാരനെ കാണുമ്പോൾ ഞാൻ റിയാദിൽ വന്നിട്ട് കുറച്ച് ദിവസമായി, പലരെയും കണ്ടു, പല താങ്കളെപ്പോലെ പ്രമുഖരായ വ്യവസായികളെയൊക്കെ. പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു നാട്ടുകാരനെ ഞാൻ കാണുന്നത്. നെട്ടൂരല്ലേ? മരടാണ് സ്വദേശം. കറക്റ്റ്. നെട്ടൂരും റിലേറ്റീവ്സ് എല്ലാം ഉണ്ട്. നോമ്പ് എങ്ങനെ പോണ്? നോമ്പ് അൽഹംദുലില്ലാ എല്ലാം ഹൈറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകുതിയായി. ഇന്നത്തെ പകുതിയായി. 3 മണി വരെയാണ് നമ്മുടെ ഡ്യൂട്ടി ഇവിടെ. 3:30 കഴിഞ്ഞ അവധിയാണ്. 3:30 കഴിഞ്ഞ അവധി. പിന്നെ ഇല്ല, അതേ ഉള്ളൂ. 7 o'clock to 3 o'clock ആണ് നമ്മുടെ ഡ്യൂട്ടി. എല്ലാ പ്രവാസികളും പറയുന്ന പോലെ അബീബും പറയും, നോമ്പെടുക്കാൻ ഏറ്റവും സുഖം നമ്മുടെ നാട്ടിലേക്കാണ്, ഇവിടെയാണ്. അതെ അല്ലേ? നാട്ടിലേക്കാളും സുഖം തന്നെയാണ് ഇവിടെ നോമ്പ്. അത് അബീബിന് എന്താ അങ്ങനെ തോന്നാൻ കാരണം? നമ്മൾ മീൻസ് നമ്മുടെ ക്ലൈമറ്റ് അത് ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്യൂട്ടി വളരെ എളുപ്പമാണ്. അത് ശരിയാണ്, അതാണ് ഏറ്റവും പ്രത്യേകത. 6 hours ആയിട്ട് ഡ്യൂട്ടി നമ്മൾ ചുരുക്കി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഡ്യൂട്ടിക്ക് ഇതൊന്നുമില്ല. ജനാധിപത്യ രാജ്യമാണ്, ഇത് രാജഭരണമുള്ള രാജ്യമാണ്, ഇസ്ലാം മത വിശ്വാസികൾ ഭരിക്കുന്ന രാജ്യമാണ്, അല്ലേ?
അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്തിൻ്റെ ഒരു ചേഞ്ച്, വലിയ ചേഞ്ച്. 6 മണിക്കൂർ ജോലി ചെയ്യുന്നു. 6 മണിക്കൂറാണ് ഡ്യൂട്ടിയുള്ളത്. നമുക്ക് നോമ്പിൽ തന്നെ തുടങ്ങാം. ചെറുപ്പമാണ് ആള്. 20 വർഷം ഇവിടെ വന്നിട്ടല്ലേ? 20ാമത്തെ വർഷം. ഈ മെയ് ആകുമ്പോൾ 20 വർഷമാകും. നോമ്പിൻ്റെ ഓർമ്മകൾ വീട്ടിലെ വാപ്പ ഉമ്മയൊക്കെ ആയിട്ട് സഹോദരന്മാരൊക്കെ ആയിട്ട് ആദ്യം നോമ്പെടുത്ത കാലം, അല്ലെങ്കിൽ നോമ്പിൽ എന്തെങ്കിലും പെട്ടെന്ന് ഓർക്കാൻ പറ്റിയൊരു കാര്യം? ചെറുപ്പം മുതലേ നോമ്പ് എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു. അത് ഒരു 5th മുതൽ 5th പഠിക്കുന്ന ശരി. വീട്ടിൽ സ്ഥിരമായിട്ട് നോമ്പ് പിടിപ്പിക്കുമായിരുന്നു. എല്ലാം 30 നോമ്പും അന്ന് മുതൽ അന്നെടുക്കും പിടിക്കുന്നുണ്ട്. അല്ല, കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ? കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കള്ളത്തരം. അതേ ചോദിച്ചാൽ രസകരമായ എന്തെങ്കിലും പറയാമോ? കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആരും അറിയാതെ നമ്മളെല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഉതു കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കുടിക്കുക, കൂട്ടുകാരെ പോയിട്ട് അടുത്ത വീട്ടിൽ പോയിട്ടൊക്കെ. ക്രിക്കറ്റ് അന്ന് മുതലുണ്ട് നമ്മുടെ. ഇന്നും ക്രിക്കറ്റ് ഉണ്ട് കൂടെ? അന്നും ക്രിക്കറ്റ് ഉണ്ട്, ഇന്നും ക്രിക്കറ്റ് ഉണ്ട്. നോമ്പെടുത്തിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോവോ? പണ്ട് പോവായിരുന്നു നാട്ടിൽ, ഇപ്പം ഇല്ല. ഇപ്പോൾ എല്ലാം ക്ലോസ് ആണ് ഇവിടെ. ഒരു മാസം. ചെറുപ്പകാലത്ത് ഞാൻ ചോദിച്ചാൽ. ചെറുപ്പകാലത്ത് പോവായിരുന്നു. പിന്നെ അപ്പോൾ ആ സമയത്തൊക്കെ നോമ്പെടുത്തിട്ട് ക്രിക്കറ്റ് കളിക്കാന്ന് പറഞ്ഞാൽ ഔഷധം വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. പക്ഷെ എന്നാലും പോകും. അത്രയ്ക്കും ആവശ്യമാണ്. ഇതായിരുന്നു. ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ? ഇപ്പോൾ കോഹ്ലിയാണ്, വിരാട് കോഹ്ലി. പണ്ട് ആരായിരുന്നു കുട്ടിക്കാലത്ത് ആരാധന? അസറുദ്ദീൻ. അതെ, അസറുദ്ദീനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ക്രിക്കറ്റിലേക്ക് തന്നെ ആകർഷിക്കപ്പെടുന്നത്. വീട്ടിൽ ചെറുപ്പത്തിൽ ഇതുപോലെ നോമ്പുകാലം അല്ലെങ്കിൽ എല്ലാ കാലവും ഭയങ്കര വ്രതശുദ്ധിയുടെ കാലം മാത്രമല്ല, മൊത്തത്തിലൊരു ഭക്തിയുടെ അന്തരീക്ഷം അല്ലേ? അതെ. വാപ്പ എന്താ ചെയ്തിരുന്നേ? വാപ്പ കോടതിയിലായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. 15 വർഷത്തിന് മേലായി. ദീനിയായിരുന്നു ഭയങ്കര അല്ലേ? ദീനിയാണ്. ദീനിയാണ്. ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഇപ്പോൾ വാപ്പയുടെ പേരെന്താ? ഉമ്മയുടെ പേര്? അബൂബക്കർ എന്ന ഉമ്മയുടെ പേര്. അല്ല, വാപ്പയുടെ പേര്. ഉമ്മയുടെ പേര് മൈമൂനത്ത്. ഓ, മൈമൂനത്ത്. വാപ്പയുടെ പേര് അബൂബക്കർ, ഉമ്മയുടെ പേര് മൈമൂനത്ത്. അപ്പോൾ ശരിക്കും ഉമ്മ ആലുവ സ്വദേശിയാണ്. സാറിൻ്റെ മുപ്പത്തരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പകാലം തൊട്ട് നോമ്പ് നല്ല നമ്മുടെ മനസ്സിലോട്ട് ഒതുങ്ങിയ ഒരു സംഭവമാണ് അല്ലേ? നോമ്പിനെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ എന്നോട്ട് അറിഞ്ഞു തുടങ്ങി. നോമ്പിന് എടുത്താളുള്ള പടച്ചോണിൻ്റെ കൂലി, അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ മദ്രസയിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങിയതാണ്. മദ്രസ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു വീട്. മദ്രസയിൽ നിന്ന് തന്നെ അത്. പിന്നെ വീട്ടിലും പാപ്പായും ഉമ്മയും കൃത്യമായിട്ട് നോമ്പ് നമസ്കാരമൊക്കെ. സഹോദരന്മാരോ? ഒരനിയനുണ്ട്. പുള്ളി ഇവിടുത്തെ ഫൈനാൻസ് കൺട്രോളറാണ്. കമ്പനിയിൽ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറായിട്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഷിഹാബ്. പിന്നെ ഒരു സഹോദരിയാണ് നാട്ടിലുണ്ട്. സഹോദരിയുടെ പേരെന്താ? ഉമൈബ. നിങ്ങൾ 3 പേരാ? ഞങ്ങൾ 3 പേരാണ്. എങ്ങനെയായിരുന്നു ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ? വീട്ടിൽ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ അവിടെ സൗദിയിൽ? അന്ന് എൻ്റെ ബ്രദറിലോ ഉണ്ടായിരുന്നു. സിസ്റ്ററുടെ ഹസ്ബൻഡ്. അദ്ദേഹമാണ് വിസ എടുത്ത് ഇവിടെ വരാൻ പറഞ്ഞത്. അന്ന് ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കായിരുന്നു. എന്താ പഠിച്ചേ? ഞാൻ ഡിപ്ലോമ കഴിഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തു. ഇലക്ട്രിക്കലായിട്ട് ബന്ധമുള്ള ഡിപ്ലോമ? അതെ. ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു എക്കണോമിക്സ്, BA എക്കണോമിക്സ് അത് എടുത്തു. അപ്പോൾ ബ്രദറിൽ പറഞ്ഞ് ഇങ്ങോട്ട് പോരാ അല്ലേ? പുള്ളി അന്ന് ഞാൻ UPSൻ്റെ ഒരു യൂണിറ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്യായിരുന്നു അവിടെ നാട്ടിൽ. ജോലി ചെയ്യണ്ടായിരുന്നു അല്ലേ? ജോലി ചെറുതായിട്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു? അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. എന്താ ബ്രദറിന്റെ പേര്? നവാസ്. പക്ഷേ പുള്ളി അദ്ദേഹം മരണപ്പെട്ടു 2012. അത് ശരി. ഇവിടെ വെച്ചാണോ? ഇല്ല, നാട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ആദ്യം ജോലിയല്ലേ? ആദ്യം ജോലിയായിരുന്നു. 2004 ഞാൻ വരുന്നത് ആദ്യമായിട്ട്. വന്നിട്ട് ആദ്യം 6 മാസം കുറച്ച് കഷ്ടപ്പെട്ടു ജോലിയൊക്കെ കിട്ടാനും. പിന്നീട് ഒരു ചെറിയ കമ്പനിയിൽ ജോലിയൊക്കെ കയറി, QC ആയിട്ട് കയറി, ക്വാളിറ്റി കൺട്രോളറായിട്ട്. അവിടെ നിന്ന് പിന്നെ എസ്റ്റിമേഷൻ, അങ്ങനെ ആ കമ്പനി. എന്തിൻ്റെ ക്വാളിറ്റി കൺട്രോളായിരുന്നു? ഇലക്ട്രിക്കൽ തന്നെ, ഇലക്ട്രിക്കൽ പാനൽ ബോർഡ്. അതിൻ്റെ QCയിലാണ് വർക്ക് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ പടിപടി അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തു. പഠിച്ചു കയറി. അതെ. അങ്ങനെ ഒരു 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം 2007 ചെറിയൊരു സ്ഥാപനം റിയാദിലെ ഷിഫ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തുടങ്ങിയിരുന്നു.
1-2 സ്റ്റാഫുകളായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡെവലപ്മെൻറ്റ്. അതെ. ഇപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് താങ്കൾ ഇവിടെ ഒരു അറിയപ്പെടുന്ന മലയാളി വ്യവസായിയാണ്. വലിയ വിപുലമായ ഇലക്ട്രിക്കൽ പാനൽ അല്ലേ മാനുഫാക്ചറിങ്. ഇലക്ട്രിക്കൽ മാനുഫാക്ചറിങ്, പാനൽ മാനുഫാക്ചറിങ്. അതിൻ്റെ നമ്മുടെ ഇതിനെക്കുറിച്ചൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് എന്തൊക്കെ, എവിടെയൊക്കെ യൂണിറ്റ്, മറ്റുള്ള കാര്യങ്ങൾ? 2007 ആദ്യമായിട്ട് ഇവിടെ റിയാദിൽ ഇലക്ട്രിക്കൽ പാനൽ മാനുഫാക്ചറിങ് ആരംഭിക്കുന്നത്. എല്ലാ സെക്ടറുകളിലും, ഹോസ്പിറ്റാലിറ്റി, അതുപോലെ ഇൻഡസ്ട്രിയൽ, അങ്ങനെ എല്ലാ മേഖലകളിലും ഈ ഇലക്ട്രിക്കൽ പാനൽ ബോർഡിൻ്റെ യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് നമ്മളന്ന് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അൽഹംദുലില്ലാ ഇപ്പോൾ നന്നായി പോകുന്നു. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇവിടെ എത്ര സ്റ്റാഫുണ്ട്? ഇവിടെ നമുക്ക് സൗദി സ്റ്റാഫുകളടക്കം ഒരു 85 പേരുണ്ട്, 85. നമുക്ക് വേറൊരു ഡിവിഷനുണ്ട്, ട്രേഡിംഗ് ഉണ്ട്, CCTV ക്യാമറ. അതിൻ്റെ ഒരു 10ഓളം ഷോറൂമുകൾ സൗദിയിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഉണ്ട്. അവിടെയൊക്കെ ഒരേ സമയത്ത് കണ്ടെത്തുമോ? നമ്മൾ ERP സൊല്യൂഷൻ ഉണ്ട്, നമുക്കത് ഇവിടെ ഇരുന്ന് കാണാം. അതിൻ്റെ എല്ലാ സെയിൽസും അതിൻ്റെ കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്യുമോ എല്ലാ ദിവസവും? ഇല്ല. പിന്നെ അനിയനുണ്ട് ഫിനാൻസിൽ. അനിയൻ ഫിനാൻസിലുണ്ട്. അത് വേറെ ഡിവിഷനാണ്, അത് സെപ്പറേറ്റ് ഡിവിഷൻ അവിടെയാണ്. അതെല്ലാം കൂടെ ഇപ്പോൾ സൗദിയിലൊരു 200 മുകളിൽ എംപ്ലോയീസ് ഉണ്ട്. ആണല്ലേ? എംപ്ലോയീസ് അധികം ഏത് നാട്ടുകാരാണ്? മലയാളികൾ തന്നെ ആണോ? ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെ. നമ്മുടെ ജില്ലക്കാരൊക്കെയാണോ കൂടുതൽ നാട്ടുകാർ? ജില്ലക്കാരും ഉണ്ട്, പിന്നെ മലപ്പുറം കുറേ അധികം ആളുകൾ മലപ്പുറം ഉണ്ട്. എന്തായാലും അൽഹംദുലില്ലാ സൗദി അറേബ്യയിൽ വന്നിട്ട് മോശമില്ല. നാട്ടിൽ ഞാനൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ആണത്. അത് എവിടെ? അരൂര് അടുത്ത് തന്നെ? അരൂരടുത്ത് തന്നെ. അല്ല, വീടിൻ്റെ അടുത്ത് തന്നെ? വീടിൻ്റെ അടുത്ത്, വീടിൻ്റെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. അവിടെ എത്ര പേരുണ്ട്? അവിടെ ഞാൻ ലാസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തതാണ്, 25 ഏകദേശം. അവിടെ അന്യ സംസ്ഥാനക്കാരുടെ മിഷനറീസ് ആണത്. മെഷീനറീസ് ആണ്. മാനുവൽ അധികം ആവശ്യമില്ല. മാനുവലില്ല, ഫുള്ളി റോബോട്ടിക് മെഷീൻ വെച്ചിട്ടുള്ള. അന്യ സംസ്ഥാനക്കാരവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, അന്യ സംസ്ഥാനക്കാർ കുറച്ച് പേരുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പം എന്ത് 1-2 പേരുള്ളൂ. കാരണം അത് കൂടുതലും എൻജിനീയറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ആയതുകൊണ്ടിട്ട് നാട്ടിലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പിള്ളേരാണ് കൂടുതലും ഉള്ളത്. നമ്മുടെ നാട്ടിൽ എന്ത് തുടങ്ങിയാലും ഒരു അന്യ സംസ്ഥാനക്കാരനെ ടച്ച് ഉണ്ടാവും, സ്പർശം. നമ്മളുടെ ആ ഒരു ഫീൽഡിൽ അധികം നമുക്ക് കുത്തിക്കയറ്റാൻ പറ്റില്ല. അല്ല, അതിലും മിടുക്കന്മാർ നമ്മൾ തന്നെയാണ് അല്ലേ? അതെ, ടെക്നിക്കലി എപ്പോഴും മലയാളികളാണ് കൂടുതലും. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പോൾ ദുബായിൽ ഒരു ഫാക്ടറി നോക്കുന്നുണ്ട്, ഇപ്പോൾ അതിൻ്റെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൂടാതെ ഞങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു 6 മന്ത് ബാക്ക് ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് ഫിറ്റ് ഔട്ട്, സൈനേജസ്, എക്സിബിഷൻ സ്റ്റാൻഡ്, അങ്ങനെ ഇവൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇവൻസിന് വേണ്ടിയുള്ള ഐറ്റംസ്. അതെ. അതിപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് അതിൻ്റെ ഫാക്ടറി വന്നിട്ട്. അത് ഒരു 20 വർഷമായി ഖത്തറിൽ പ്രവർത്തിക്കുന്ന ഒരു സൈൻമാക്സ് എന്ന സ്ഥാപനമാണ്. അപ്പോൾ അവർ സൗദിയിൽ വന്നപ്പോൾ ടെക്നോമേക്ക്, അതായത് നമ്മളായിട്ട് പാർട്ട്ണറായിക്കൊണ്ടിട്ട്. അത് ഇലക്ട്രിക്കലായിട്ട് ബന്ധമില്ലാത്തൊരു വിഭാഗമാണ്. അതെ, ഇലക്ട്രിക്കലായിട്ട് ബന്ധമില്ല. ഈ ഇവിടെ ദുബായിൽ ഉദ്ദേശിക്കണ ഇത് എന്നെ കണക്ക്? ദുബായിൽ ഉദ്ദേശിക്കുന്നത് ഫാക്ടറി തന്നെ, പാനൽ ബോർഡ്. സൗദി ഇപ്പോൾ ഒരു ഹബീബിൻ്റെ ഒരു കണക്ക് കൂട്ടൽ കാഴ്ചപ്പാടിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ സൗദി ആയിരിക്കില്ല അല്ലേ? അതെ, ഒരുപാട് മാറ്റം വരും. 2030 ആണ് ഒരു വിഷൻ. 2030? അതെ, അതോടുകൂടി 10 years. അതെ, അതിലൂടെ വരുന്ന മാറ്റം. അതെ, ഒരു നമ്മുടെ വിഷ്വലി എല്ലാ ഇതിലും വളരെ മാറ്റം ഉണ്ടാവും. എന്തായാലും എല്ലാ വിധത്തിലും അൽഹംദുലില്ലാ കാര്യങ്ങൾ സൗദി അറേബ്യ നമുക്ക് അനുകൂലമായിട്ട് കാറ്റ് വീശുന്നു അല്ലേ? ഇവിടെ നിന്ന് നാട്ടിലോട്ട് നോക്കുമ്പോൾ നാടിനെ കുറിച്ച് നാട്ടിൽ പോകാറുണ്ടല്ലോ. നാട് എപ്പോഴും നമുക്കൊരു നൊസ്റ്റാൾജിയാണ്. ഗോഡ്സ് ഓൺ കൺട്രി നമ്മുടെ നാട്. അതുകൊണ്ട് പല സംരംഭങ്ങളിലും ഞാൻ നാട്ടിലും ആക്റ്റീവായിട്ടുണ്ട്.
എറണാകുളത്തുള്ള ഒരു എക്സ്ട്രാ നെറ്റ് എന്ന് പറഞ്ഞ ഒരു ISP ഉണ്ട്, അതിൽ നമ്മളൊരു ഷെയർ ഹോൾഡറാണ്. പിന്നെ സിനി സോഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനമുണ്ട്, OTT പ്ലാറ്റ്ഫോം ആദ്യമായിട്ട് കേരളത്തിലുണ്ടായ അതിലുണ്ട്. അതിൻ്റെ ഒരു മേജർ ഷെയർ ഹോൾഡർ ആയിരുന്നു. അതിനുശേഷം നെസ്റ്റ് ഗ്രൂപ്പ് ചെയർമാൻ ജാവേദ് ഹസൻ സാർ അതെ, അപ്പോൾ അദ്ദേഹം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു ഡയറക്ടർ പ്ലസ് ഇൻവെസ്റ്ററുമാണ്. അത് നാട്ടിൽ നമുക്കൊരു ബേസ് ഉണ്ടാക്കാൻ ഒരു പ്രയത്നമായിരുന്നു. നമ്മുടെ ഏറ്റവും ജന്മനാടാണ് ഏറ്റവും വലുത്. അതെ, സ്പോർട്സിൽ താല്പര്യം ക്രിക്കറ്റ് നമ്മുടെ ക്രിക്കറ്റാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ സ്വന്തമായിട്ട് നമുക്കൊരു ടീമുണ്ട്. അത് സൗദി ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അണ്ടറിൽ റിയാദ് ക്രിക്കറ്റ് കൗൺസിലുണ്ട്. അതായത് റിയാദ് ക്രിക്കറ്റ് കൗൺസിൽ, അതിൽ നമ്മളൊരു മെമ്പർ ടീമുണ്ട്. നമ്മൾ അപ്പോൾ അതിൽ ആരൊക്കെ കളി പ്ലേയേഴ്സ്? ഇവിടെ നമ്മളുടെ സ്റ്റാഫുകളുണ്ട്. ഇവിടെ സ്റ്റാഫുകളാണ് മെയിൻ. പിന്നെ നമ്മുടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് ജോയിൻ ചെയ്തിട്ട്. മത്സരം നടക്കാറുണ്ട്. പിന്നെ എല്ലാ ഫ്രൈഡേ സാറ്റർഡേ മത്സരങ്ങളുണ്ട്. സമ്മാനം വാരിക്കൂട്ടാറുണ്ട്? ഒരുപാട് വന്നു കഴിഞ്ഞാൽ കാണായിരുന്നു, വീട്ടിലെ വെച്ചിരിക്കുന്നു. ശരി. അതെ അതെ, അതായത് നാട്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ നല്ല ടീം സെറ്റ് ചെയ്യാൻ പറ്റി. ശരി. അവിടെ നിന്ന് കളിക്കുന്ന അതെ, പല ഗ്രൗണ്ടുകളിൽ ഞാൻ പോയി നേരിട്ട് സെലക്ട് ചെയ്ത് ജോലിയും കൊടുത്ത് ജോലിയും കൊടുത്തിട്ട്. അത് ശരി. അപ്പോൾ അവരിവിടെ ജോലിയും ചെയ്യും, ഫ്രൈഡേ സാറ്റർഡേ നമ്മളൊപ്പം ടീമിൽ കളിക്കുകയും ചെയ്യും. അത് കൊള്ളാട്ടെ, അതൊരു ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ അറിയപ്പെടുന്നൊരു ക്രിക്കറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളാണല്ലേ ഹബീബ്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സംസാരിച്ചിടത്തോളം എനിക്ക് മനസ്സിലായി, ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ല, എല്ലാ കാര്യത്തിലും ഫുള്ളി ഇൻവോൾവ് ആണ്. ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കും, കുറച്ച് മടിയൊക്കെ ഉണ്ട്. ഈ നോമ്പ് കാലത്ത് നമുക്ക് എല്ലാവരും പറയുന്ന പോലെ ഇവിടെ തന്നെ നോമ്പെടുക്കാൻ സുഖമാണ്. ശരിയാണ്. ഇവിടെയാണ് ശരിക്കും പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഇഫ്താറുകളുണ്ട് പല സംഘടനയുടെയൊക്കെ, അങ്ങനെയൊക്കെ ആയി. എന്നാൽ തന്നെ ഗൾഫിൽ നടക്കുന്ന ഇഫ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് അല്ലേ? ആയിരക്കണക്കിന് പേര് പങ്കെടുക്കുന്ന വലിയ ഇഫ്താറുകൾ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ, അതിൻ്റെ കാര്യങ്ങൾ? ഇവിടെ എല്ലാ സംഘടനയും അവരുടേതായ ഇഫ്താറുകൾ നടത്താറുണ്ട്. അതും സാർ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളെ കൂട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളുടെ കമ്പനി ഇപ്പോൾ നമ്മളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എല്ലാ ഡിവിഷനിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇഫ്താർ നടത്താറുണ്ട്. കാരണം ഇതെല്ലാവരും കൂടി വരുത്തുമ്പോൾ അത് ഒരു കൂട്ടായ്മ ഇല്ല, വലിയ കൂട്ടായ്മ. പക്ഷെ അതിൽ നമ്മളെ കമ്പനി സംബന്ധിച്ച് അതൊരു ഹോട്ടലിൽ വെച്ചൊക്കെ ഇരുന്ന് നടത്തുന്നത്. അപ്പം അത്രയും ക്രൗഡ് വരുമ്പോഴത്തേക്കും അത് എല്ലാവരും സാറ്റിസ്ഫൈ ആവില്ല. അതുകൊണ്ട് നമ്മളത് എല്ലാവരും പാർട്ടാക്കി ഓരോ ഡിവിഷനിലും സെപ്പറേറ്റ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടിലെ നോമ്പുതുറയുടെ ആഹാര രീതിയും ഇവിടുത്തെ മാറ്റമില്ലേ? മാറ്റമുണ്ട്. നാട്ടിൽ വളരെ കുറച്ച് ആഹാരമാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് ആഹാരം കഴിച്ചത്. ഇവിടെ നോമ്പുതുറ സമയത്ത് തന്നെ ഒരുവിധം അതെ ഒരുവിധം വിഭവങ്ങളൊക്കെ ഉള്ളൊരു വിപുലമായ നോമ്പ് പറയണല്ല അല്ലേ? അതെ, നോമ്പിന്റെ ഒരു കാലം ശരിക്കും പറഞ്ഞാൽ നാട്ടിലാകുമ്പോൾ നമ്മൾ പള്ളികളിലാണ് നോമ്പ് പറയുന്നത്. ഇവിടെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, അപ്പോൾ അവിടെ അറിയാലോ ചെറിയ രീതിയിലുള്ള നോമ്പ്. ഇവിടെ നോമ്പ് കാലത്ത് പള്ളികളിൽ നോമ്പ് പറയില്ലേ? ഉണ്ട്, ഒരുപാട്. പിന്നെ നല്ല ആളുകൾ കൂടാറുണ്ട്. പണ്ട് ഞാൻ ദുബായിൽ നോമ്പ് തുറക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, വലിയ താലത്തിൽ ബിരിയാണിയൊക്കെ വെച്ചിട്ട്. അതെ, ഇവിടെ ഇപ്പോഴും ഉണ്ട്, എല്ലാ പള്ളികളിലും ഉണ്ടത്. ഭക്ഷണം ഉണ്ടാകാറുണ്ട്, എല്ലാവരും പോകാറുണ്ട്, നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും. അറബികളുടെ വീട്ടിലിവിടെ എപ്പോഴെങ്കിലും നോമ്പ് പോകാറുണ്ട്. പോകാറുണ്ട്. നമ്മുടെ ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്ററാണ് ഇവിടെ. അതിനു മുമ്പ് ഞാനിവിടെ ഒരു സൗദിയുടെ കീഴിലായിരുന്നു, സ്പോൺസർ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോഴും പോകും. അവരുടെ രീതി ഒന്ന് പറയാമോ? പ്രേക്ഷകർക്ക് താല്പര്യം. അവരെ നോമ്പ് പറയുന്ന ശരിക്കും എന്തൊക്കെയാണ് ഐറ്റം? അവരെ നോമ്പ് പറ അവരുടേതായിട്ടുള്ള കുറച്ച് സമൂസ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, പിന്നെ ഗാവ അങ്ങനെയല്ല, പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. വെജിറ്റബിൾസ് കൂടുതൽ. അതെ, വെജിറ്റബിൾസ് ഉണ്ടാവും. പിന്നെ അത് കഴിയുമ്പോൾ നോർമലി മന്തി, മട്ടൻ മന്തി. അതെ, മന്തി മസ്റ്റാണ്. മന്തി മസ്റ്റാണ്. അല്ല, മന്തി ഇവിടെ എത്ര വർഷം മുമ്പോട്ടുണ്ട്? നമ്മുടെ നാട്ടിൽ മന്തി വന്നിട്ട് എനിക്ക് തോന്നുന്നു അധികം കാലമായിട്ടില്ല. ഇവിടെ മന്തി ആയിരുന്നല്ലോ, ഇവിടെ നിന്നാണ് അങ്ങോട്ട് വരുന്നത്. ഞാൻ ഇറങ്ങിയപ്പോൾ മന്തി ഉണ്ട്. അറബികൾ ഭയങ്കര നമുക്ക്
ഇഷ്ടം തരുന്ന ഒരാൾക്കാരാണല്ലേ? അതെ, അവര് പ്രത്യേകിച്ച് എല്ലാവരും മലയാളികളോട് ഒരു താലത്തിൽ വെച്ചിട്ടാണ് എല്ലാവരും കഴിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരിക്കൽ പള്ളിയിൽ ഞാൻ പറഞ്ഞത്. അതെ, നമ്മൾ ചെന്നാൽ ഇപ്പം അറബികൾ എത്ര വലിയ അറബികളുടെ വീട്ടിൽ പോയാലും അവരൊരു വലിയ താലമുണ്ട്, അത് നമ്മളും അതിനകത്തിരുന്ന് നമ്മളും കഴിച്ചോളൂ, അവരും കൂടും അതിൻ്റെ ഒപ്പം. അറബികളുടെ വലിയൊരു പ്രത്യേകത, സ്പെഷ്യാലിറ്റി ഹബീബിനെന്താ തോന്നിയിരിക്കുന്നത്? ഈ ഭക്ഷണ കാര്യത്തിലാണ് മെയിനായിട്ട് അവർ ഭയങ്കര മര്യാദ അവർക്കല്ലേ? ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അവർ ഭയങ്കര ഇതാണ്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ വാപ്പ ഉമ്മ, വാപ്പ റിട്ടയർഡായി, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മ വീട്ടിലുണ്ട്. അതെ, പിന്നെ സഹോദരി നാട്ടിലുണ്ട്, സഹോദരി അനിയനും ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ വൈഫും കുട്ടികളും ഉണ്ട്. വൈഫിൻ്റെ പേര് സുബിന, അരൂക്കുറ്റി വടുതല. അടുത്താണ്? അടുത്ത്. അതെ അതെ, അരൂക്കുറ്റി വടുതല. കുട്ടികൾ എത്ര പേരാണ്? കുട്ടികൾ 3 പേര്. മൂത്താള് 10th-ലായി, ഇപ്പം 10th കഴിഞ്ഞു. എന്താ മോളാ? മോനാണ് മൂത്തത്. മോൻ്റെ പേരെന്താ? അഹമ്മദ് ഇഹ്സാൻ. രണ്ടാമത്തത് ആമിൽ ഇഫ്രാസ്, 7th-ൽ പഠിക്കുന്നു. ഏറ്റവും ഇളയത് മോളാണ് 5th-ൽ, ലിബ. എന്താ പേര്? ലിബ. അത് സിമ്പിൾ പേരാണ്, പറയാൻ പാടുള്ള പേരാ. അവര് എല്ലാവരും പരാതി പറഞ്ഞുകൊണ്ട് അത് സിമ്പിളാക്കി. നമ്മുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് നാട്ടിലുണ്ടാവും. സൗദിയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് ചേക്കാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ്മാനാണ് ഹബീബ്. ഹബീബിനെ വേണമെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സംഭാഷണത്തിലൂടെ ഒരു അറിവ് കൊടുക്കാം അവർക്ക്. നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് ജോലിക്കായിട്ട് വരുമ്പോൾ നമ്മളുടെ ട്രേഡ് പ്രത്യേകം തിരഞ്ഞെടുക്കും. നമ്മൾ എന്താണ് പഠിച്ചത് അത് തന്നെ നമ്മൾ ജോലി സെലക്ട് ചെയ്യാൻ നോക്കുക മെയിൻലി. പിന്നെ ഏത് ജോലിയാണ് പ്രവേശിക്കുന്നത് ആത്മാർത്ഥതയോടുകൂടി ആത്മാർത്ഥതയോടെ ആ ജോലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നമ്മുടെ കരിയർ ഗ്രോത്ത് ഉണ്ടാകും. അതൊരു ജസ്റ്റ് ഒരു ജോലിയാണ്, അത് തീർക്കുക, വീട്ടിൽ പോവുക, ആ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ട് നമ്മളും ഒപ്പം കമ്പനിയും കൂടെ വളർന്നാലേ നമ്മളും വളരുള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയറിനൊരു ഗ്രോത്ത് ഉണ്ടാകും. എന്തായാലും ഹബീബ് ഇതിനിടയ്ക്ക് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ട് വലിയ സന്തോഷം. കാരണം താങ്കളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് സംസാരിച്ചു വന്നപ്പോൾ ഒരുപാട് മേഖലകളിൽ വളരെ വിജയകരമായി സ്മാർട്ടായിട്ട് ബിസിനസ് ചെയ്യുന്നൊരു ബിസിനസ്മാനാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇനിയും കൂടുതലുണ്ടാകട്ടെ, ഒരുപാട് ഉയർച്ചകൾ വരട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. എല്ലാം ഭംഗിയാകട്ടെ. സന്തോഷം. അസ്സലാമു അലൈക്കും. ഹബീബ് അബൂബക്കറുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാകുകയാണ്. അദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് വലിയ കാര്യങ്ങൾ നമ്മളുമായി സംസാരിച്ചു. വളരെ ചെറുപ്പക്കാരനായ അദ്ദേഹം ജീവിതത്തിൽ 20 വർഷം കൊണ്ട് നേടിയെടുത്ത, റിയാദിൽ സൗദി അറേബ്യയിൽ നേടിയെടുത്ത വൻ വിജയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ രംഗത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് കൃത്യമായ ഒരു ഉപദേശവും അദ്ദേഹം നൽകി. ഒരുപാട് പ്രതീക്ഷകളുള്ള ഇനിയും ഒരുപാട് ഉയരത്തിൽ എത്തേണ്ട വലിയ ഒരു പ്രമുഖനായ വ്യവസായിയാണ് ഹബീബ്. അദ്ദേഹവുമായിട്ടുള്ള ഈ അഭിമുഖം പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഓർമ്മയുടെ ഒരു നിലാവിലെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലെത്തും ഇൻഷാ അല്ലാഹ്. ഇതുവരേക്കും അസ്സലാമു അലൈക്കും.